ആ ഹലോ, എന്തൊരു ഗിരിജ നീ ഫോൺ എടുക്കാത്തത്? എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കണു? ഇപ്പം എവിടെ എത്തി? തൃപ്രയാറാ? ഇന്ന് വരുന്നില്ല എന്നാ? അതെന്താ? വണ്ടർലാൻഡാ? എടി, അത് കൊച്ചുകുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്ന സാധനമല്ലേ. നിങ്ങൾ ഈ മുതുക്കികളൊക്കെ വെള്ളത്തിൽ കളിച്ച് പ്രഷർ ഇളകിയിട്ട് ആ വെള്ളമൊക്കെ തൈലം കലക്കിയിട്ട് വല്ല ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ? ആ എന്താ ചേച്ചി? ഗിരിജേ എന്തേ ഇന്ന് വരണില്ലാന്ന്. വരുന്നില്ലേ? ഇപ്പൊ തൃപ്രയാറാ. ഇനി അവിടുന്ന് നേരെ വണ്ടർലാലോ. പിള്ളേർ ഈ വെള്ളത്തിൽ കളിക്കണ സ്ഥലമില്ല, വണ്ടർല. ആ അതിലേക്കൊക്കെ മുതുക്കികൾ പോകാതിരിക്കുക. എന്റെ അമ്മ അടിച്ചു പൊളിക്കുവാണല്ലോ. എന്താ ആയിക്കോട്ടെ. ഒരു കാക്കയാണെങ്കിൽ അടുക്കള വശത്തിരുന്ന് വിരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. ആരാണോ വരുന്നത്? ഗിരിജല്ല എന്തായാലും. ആ അത് ഉറപ്പിച്ച്. കൊടങ്ങാവള എന്നുള്ള കാക്കയെ പറഞ്ഞ് കണ്ടോ? അതാണ് കാക്കയുടെ അഭയസൂചന കിട്ടി. റോസ് ചേച്ചിയാ? ആ മറ്റേ സിഗ്നൽ തന്ന്. ലില്ലി മോളെ 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടാവോ? അല്ല ആ ചേട്ടൻ്റെ 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോ? എപ്പോ ചോദിച്ചാലും കാണത്തില്ല, പക്ഷെ ഇന്ന് കൃത്യമായിട്ടുണ്ട്. ബാഗ് എടുക്ക. ആ എടുത്തോളാം, എനിക്കറിയാലോ എന്റെ ബാഗല്ലേ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പില്ലാത്തൊക്കെയാണല്ലോ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ. കനാണ എന്തേ? ഡ്യൂട്ടിക്ക് പോയി. യോ, ഞാൻ എന്തോരം നേർച്ചയും കാഴ്ചയും നടത്തിയതാന്നറിയാവോ? മാതാവിന് മെഴുകുതിരി, പിന്നെ നമ്മുടെ കർത്താവിന് ചുടുകട്ട തലയിൽ വെച്ചോണ്ടുള്ള ഒരു ചടങ്ങുണ്ടല്ലോ, അതെല്ലാം ഞാൻ ചെയ്ത്. പിള്ളേർക്കെല്ലാം ലഡു, നാട്ടുകാർക്ക് മുഴുവൻ കപ്പലണ്ടി, ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. നാട്ടുകാർക്ക് കപ്പലണ്ടിയോ? അവർക്ക് വല്ല ലഡു മേടിച്ചു കൊടുക്കാറുണ്ട്? അയ്യേ, അവരെ വീട്ടിൽ വല്ല മനുഷ്യൻ തന്നാ പച്ചവെള്ളം പോലും നമുക്ക് തരത്തില്ല. ഞാൻ ഇച്ചിരി കപ്പലണ്ടി എങ്കിലും മേടിച്ചു കൊടുത്തല്ലോ. അങ്ങനെ പറയാമ്മാവാ. ചേച്ചി ഇതെല്ലാം ചെയ്തോണ്ട് ഏട്ടന് പെട്ടെന്ന് പ്രമോഷൻ ആയി. അതെങ്ങനെ? ഞാൻ നേർന്നാലും പ്രാഗിയാലും അത് അപ്പം നടക്കും. അല്ല, നീ പ്രാഗിയ നടക്കുന്നറിയാം, നേർന്ന് നടക്കുന്നത് ആദ്യമായിട്ട് കാണും. നേർന്നാലും നടക്കും. അങ്ങനെയൊക്കെ ഉണ്ടാമ്മാവാ. എന്ത് ചെയ്യാ റൊണാളച്ചൻ? വെളുപ്പിനെ കണ്ടാന്ന് വന്നത്. ഉറക്കായിരിക്കും. വിളിക്കണ അവ കാശൊക്കെ അയച്ചു തരാണ്ടോ ശരിക്കും? ആ 1000 ചോദിച്ചാൽ 500 അയച്ചു തരും. അപ്പൊ റോസ് ചേച്ചി എന്ത് ചെയ്യുന്നറിയോ? 2000 ചോദിക്കും. അപ്പൊ 1000 ഇട്ട് കൊടുക്കുമല്ലോ. പെണ്ണേ, നീ എന്റെ ട്രിക്കൊക്കെ അങ്ങ് പഠിച്ചല്ലോ. അതിനൊന്നും കാര്യമില്ല, അവന് അവന്റേതായ ചെലവുണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ലേ പണക്ക് അയച്ചു തരാൻ പറ്റും. അതെന്തോന്ന് ചെലവ്? ഇവിടെ കിടക്കുന്നതിനും ചോറുണ്ണുന്നതിനും ഒക്കെ നിങ്ങൾ പൈസ പിടിക്കുന്നുണ്ടോ? റോസ് ചേച്ചി വെറുതെ തോന്നിയാസം പറയല്ലേ. ആ പിന്നെ അങ്ങേർക്കും തോന്നുന്നു ഇത്ര ചെലവങ്ങ് വരാൻ. അങ്ങോട്ട് അയക്കുന്നില്ലേ ചോദിക്കുമ്പോ? പിന്നെ ഒരു 1000 2000 ഉലുവ അങ്ങോട്ട് അയക്കുന്ന വലിയ കാര്യം. എനിക്കറിയാം ഒരു വർക്ക്ഷോപ്പിൽ എന്തൊക്കെ കിട്ടുമെന്നൊക്കെ. അതെ, ക്ലീറ്റോച്ചാനോടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നല്ലേ അമ്മ? ഇല്ല, അന്ന് പോയിട്ടില്ല, അവിടെ ഉണ്ട്. എന്നാലും ഈ ചതി എന്നോട് കാണിക്കരുതായിരുന്നു. എന്തോന്ന്? ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോഴേ അവിടെ ഞാനുണ്ടല്ലോ ഇവിടെ. അപ്പൊ പിന്നെ വേറൊരു പെണ്ണിനെ അവിടെ പിടിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇത് എവിടെ കിടക്കണേ? ആ കൊച്ച എവിടെ കിടക്കണേ? ഇത്രയും ദൂരത്ത് നീ ബസ് കയറി വന്നിട്ട് ജോലി ചെയ്യണൊക്കെ എളുപ്പമല്ല, അടുത്തുള്ള ഒരു കുട്ടി. അതുകൊണ്ട് അവളെ വെച്ച്. അല്ല, അതിനും പോമഴിയുണ്ടല്ലോ. ഞാനിവിടെ താമസിച്ചാ പോരെ? ഞാൻ ഇന്ന് മുതൽ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പിള്ളേരുടെ കാര്യം നോക്കും. ഇനിയിപ്പോ വെക്കേഷൻ അല്ലേ കൊച്ചെ വരുന്നത്. അത് കഴിയുമ്പോ അവരെ TC മേടിച്ചോണ്ടെങ്കിൽ കൊണ്ടുപോയി ഇവിടുത്തെ സ്കൂളിൽ അങ്ങ് ചേർക്കും. അതൊന്നും പെട്ടെന്ന് നടക്കണ വല്ല കാര്യം പറയും. അതൊക്കെ പെട്ടെന്ന് നടക്കും. എന്നാലും എന്നോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ, ഇങ്ങനെ ഒരു ഹെൽപ്പ് ഒക്കെ തുടങ്ങിയിട്ട്. റൊണാൾഡോ ചേച്ചൻ പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. ഗ്രൂപ്പിലൊക്കെ അങ്ങനെ എന്നെ റിമൂവ് ചെയ്ത്. ഉദ്ഘാടനത്തിന് അല്ല, അങ്ങോട്ടൊന്ന് പോട്ടെ. ഇതിനൊരു പോമഴി ഉണ്ടാക്കിയിട്ടേ ഞാൻ പോത്തുള്ളൂ. ഞാൻ ഇവിടെ താമസിക്കും, ഞാനിവിടെ ജോലി ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഹെൽപ്പിന്റെ ഓണർ ക്ലീറ്റോനെ ഈ കാര്യത്തിൽ ആർക്കും സഹായിക്കാൻ പറ്റുമെന്ന് തോന്നിട്ടില്ല. ഈ പണ്ട് 2 കൽപ്പിച്ച. എന്റെ അമ്മേ, ഇതാരാ ഇത്? എത്ര നാളായി കണ്ടിട്ട്? വേണ്ട, എന്നോട് കള്ളസ്നേഹമൊന്നും കാണിക്കണ്ട. കള്ളസ്നേഹോ? എനിക്കോ? റോസ്മേരി, എന്നാലും ചേട്ടത്തി ഈ ചതിക്ക് കൂട്ട് നിന്നല്ലോ ചേട്ടത്തി. ഞാൻ എന്ത് ചതിച്ച്? ക്ലീറ്റോച്ചാൻ ഇവിടെ ഒരു പുതിയ കടയൊക്കെ തുടങ്ങിയില്ലായിരുന്നോ? അവിടെ നിന്നിട്ട് വേറൊരു പെണ്ണിനെ അല്ലേ കൊണ്ട് നിർത്തിയേക്കുന്നേ? അത് പിന്നെ ആരെങ്കിലും നിക്കണ്ടേ? അതെന്താ ഇവിടെ ഈ കുടുംബത്തിൽ പെണ്ണുങ്ങളില്ലേ? എന്റെ പൊന്നു റോസ്മേരി, എനിക്ക് എവിടെയാ സമയം? പഞ്ചായത്തിൽ പോകാനുള്ള സമയം കിട്ടണില്ല. പിന്നെയാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത്. ചേട്ടത്തി മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്? ആ ബെസ്റ്റ് ലില്ലി.
അവക്ക് കനകന്റെ കാര്യം, പിള്ളേരുടെ കാര്യം, അമ്മയുടെ കാര്യം, ഡാൻസ് ക്ലാസ്, 100 സ്ഥലത്ത് പോണം ആ പെണ്ണിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുടുംബശ്രീയിലും പോണം. അതുകൊള്ളാം, നിങ്ങളെ മാത്രമേ പെണ്ണായിട്ട് കാണുന്നുള്ളൂ. ഇവിടെ വേറെ പെണ്ണുങ്ങളില്ലയോ? വേറെ ഏത് പെണ്ണ്? അമ്മയോ? അമ്മയോ? യോഗ്യതയും സൗന്ദര്യവും എല്ലാ വിദ്യാഭ്യാസവും എല്ലാം ഒത്തിണങ്ങി ഒരു പെണ്ണ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ണി പിടിക്കുന്നില്ലല്ലേ? അതാര്? ഞാനിവിടെ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ആരും നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? റോസ്മേരിയോ? പിന്നല്ലാതെ എനിക്ക് എന്താ അവിടെ പോയിരുന്നാ എനിക്ക് പറ്റത്തില്ലായിരുന്നോ? ആ പെണ്ണ് എത്ര രൂപ ശമ്പളം കൊടുക്കുന്നേ? 12,000 തോന്നുന്നു. അതെന്താ എനിക്ക് കിട്ടിയ എനിക്ക് പുളിക്കുവോ? അതില്ല. ആ പൈസ എങ്ങോട്ട് പോകുന്ന നമ്മുടെ കുടുംബത്തിൽ തന്നെ കെട്ടത്തില്ലായിരുന്നോ? എന്തോ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ക്ലീറ്റോച്ചാനോട് പറഞ്ഞിട്ട് എന്നെ അവിടെ നിയമിക്കാൻ നോക്ക്. ചൂടി സ്വപ്നം കണ്ടോണ്ട് നിക്കുന്ന കണ്ടോ? ആ നീ ഇവിടെ ഇരുന്നേ. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. ഇരിക്കേ. അല്ല, നമ്മളൊരു ഓഫീസിൽ വർക്കിന് പോകാൻ വേണ്ടിട്ട് ഇരിക്കുന്നതല്ലേ? അതായതുണ്ടല്ലോ റോസ്മേരി, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അന്നേരം മുതലൊരു വേദനയായിരുന്നു. റോസ്മേരിനെ വിളിച്ചില്ലല്ലോ എന്ന്. അന്ന് എനിക്ക് ആ മറ്റേ ഉദ്ഘാടനത്തിൻ്റെ ആ സമയത്ത് എനിക്കങ്ങ് വിഷമായിരുന്നു. എനിക്ക് ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ, എൻ്റെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ മുഴുവൻ എന്നോട് ചോദിച്ചു എന്താ ഞാൻ വരാഞ്ഞേന്ന്. അതെ മോനെ, അപ്പൊ എന്താണെന്നറിയാവോ, എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് റോസ്മേരിനെ അവിടെ നിർത്തിയാൽ മതിയെന്ന്. ഈ പറഞ്ഞ പോലെ 10 പൈസ കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ കിടക്കൂലേ? കണ്ടോ, ചേട്ടത്തി അന്യ കുടുംബത്തിലെ സ്ത്രീ, എന്നിട്ട് ചേട്ടത്തിക്ക് എന്നോട് ഇത്ര സ്നേഹം. ആ ലില്ലിപ്പെണ്ണുണ്ടല്ലോ, കനകണൻ SI ആയപ്പോഴത്തേക്ക് അവള് ജഡ്ജി ആയെന്ന് പറഞ്ഞോണ്ട് അവിടെ നടപ്പ്. ഇപ്പോഴേ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പം ക്ലീറ്റോ വരുമല്ലോ. ക്ലീറ്റോ വരുമ്പോഴത്തേക്കും റോസ്മേരി ഒന്ന് കാര്യമായിട്ട് പറ. ഞാൻ പറയും, റോസ്മേരി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊടങ്ങാവേളയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോ അത് തള്ളിക്കളയൂല. അത് വേറെ കാര്യം. പ്രത്യേകിച്ച് റോസ്മേരിനോടൊരു ചെറിയ സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ട് ക്ലീറ്റോ. അത് നമ്മുടെ ഒരു കുടുംബത്തിലെ ആൾക്കാരല്ലേ ചേട്ടത്തി, എന്തൊക്കെ പറഞ്ഞാൽ. പിന്നെ എന്റെ ബിഹേവ് നല്ലതായത് എല്ലാവർക്കും എന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റണം. അത് ഞാൻ ഉറപ്പിച്ചു. ഞാനിനി ഇവിടുന്ന് പോകുന്നില്ലല്ലോ, ബാഗിൽ തുണിയായിട്ടല്ലോ ഞാൻ വന്നേക്കുന്നത് തന്നെ. ഞാനിവിടെ ഉണ്ടാവും. ആ പിന്നെ ഇവിടെ ജോലിക്ക് പോകാൻ ഇതല്ലേ സൗകര്യം. അല്ല ആളെന്തിയേ? കനകം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അല്ല, കനകണ്ണനല്ല, ക്ലീറ്റോ വൈകുന്നേരം എത്തും. നിങ്ങൾക്ക് മാത്രമേ കെട്ടിയോണ്ടല്ലോ, എനിക്കൊരു കെട്ടിയോനില്ലയോ? അതെന്തിയെന്ന്? റൊണാൾഡോ അവൻ വന്നപ്പോ മുതൽ കക്കൂസി കയറി ഇരിപ്പുണ്ട്. വയറിന് എന്തോ വയ്യാന്ന്. അങ്ങനെ സോക്കേട് ഞാൻ ഇന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇവരെ ഞാനിന്നും വരുന്നുണ്ട് അടുത്ത്. ഞാനിവിടെ വന്ന കാര്യം മിണ്ടരുത് കേട്ടോ. ഞാനിവിടെ പാത്തിരിക്കാവേ. ഒരു ഡോസ് കൊടുക്കാൻ. അയ്യോ, എന്നാടാ? വയറിന് വല്ലാത്തൊരു കമ്പനം. ഒരു തേയില വെള്ളത്തിൽ അല്പം നാരങ്ങ പിഴിഞ്ഞ. റോസ്മേരി, ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചാലും ഇവിടെ ശല്യം കാണുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു നിന്നത് ഇന്നലെ കൂടെ പൈസ ഇട്ട് കൊടുത്ത തങ്ങ ചേട്ടത്തിൽ ആലോചിച്ചു ഇപ്പൊ വീണ്ടും പൈസക്ക് വിളിക്കുവാണ്. റോസ്മേരി വീട്ടിലാടി, തീരെ വയ്യ. ഇന്നലെ ഓയിലിന്റെ സ്മെല്ലടിച്ചിട്ട് വയറ്റുളക്കും ഛർദിലും പനി, തൊണ്ട അടച്ച്. കിട്ടിയ പൈസ കൊണ്ട് ആശുപത്രി പോണോടി. ഞാനൊന്ന് വെക്കട്ടെ, കിടക്കണം. അവളെ വിറ്റ പൈസ എന്തായാലും ഈ നമ്പർ എങ്ങനെയുണ്ട്? ഈ നമ്പർ എങ്ങനെയുണ്ട്? കളാവോ? എടി എന്താന്നാ പറഞ്ഞേ? ഞാനൊരു നമ്പർ ഇട്ടല്ലേ. എന്ത് ഗുരുവാന്നാ പറഞ്ഞേ? പ്രാങ്ക്. അയ്യോ, നീ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞേ? നീ ഇറങ്ങിയപ്പോ തന്നെ അമ്മച്ചി എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞടാ അവൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. 2 ദിവസമായിട്ട് അമ്മച്ചിയുടെ ഫോണ് കംപ്ലൈന്റാ. ഞാനിന്ന് അത് മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ടാ വന്നേക്കുന്നത്. അമ്മച്ചി അങ്ങനെ വിളിച്ചെന്ന്. നിന്നങ്ങ് തുള്ളല്ലേ മനുഷ്യ, അങ്ങ് തുള്ളല്ലേ. ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എന്നെ നിങ്ങളൊന്ന് അറിയിച്ചോ? അതല്ലെങ്കിൽ ശരിയായിരുന്നല്ലോ റൊണാൾഡോ. അവൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യവും സാമർഥ്യവും ഒക്കെ ഉള്ള ഒരു പെണ്ണ്. ഈ ക്ലീറ്റോന് ഇങ്ങനെ ഒരു സ്ഥലം അത് തുടങ്ങിയപ്പോ എന്തുകൊണ്ട് നീ അവളുടെ പേര് പറഞ്ഞില്ല? ചേട്ടത്തിയുടെ ഉള്ളിയുടെ കരച്ചിലല്ല ഇത്, ശരിക്കും ഉള്ളിന്ന് വരുന്ന കരച്ചിൽ. എനിക്കറിയാം. എന്ത് കാര്യത്തിന്? അവക്കൊരു 10 പൈസ കിട്ടി അവൾക്ക് അവളുടെ സ്വന്തം കാലിൽ നിന്നൂടെ? ചേട്ടത്തേക്കുള്ളൊരു സ്നേഹം ഇവർക്ക് ആർക്കും എന്നോട് തോന്നാത്ത എന്താ ചേട്ടത്തി? ഞാനന്ന് പല പ്രാവശ്യം പറഞ്ഞതാ. എന്നെ വിളിക്കാൻ അവിടെ ഓഫീസിൽ ഇരുത്താനാ? എന്തേ? അങ്ങനെ തുടങ്ങേണ്ട പിറ്റേന്നാലും കൂട്ടത്തില്ലേ? കണ്ട
ആ ഷർമിള എന്ന് പറഞ്ഞ പെണ്ണിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഇരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത റോസ്മേരി മോള. പറഞ്ഞോണ്ട് എന്താന്ന്? എന്താ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലേ? എനിക്ക് അവിടെ ഇരുന്ന എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ആ പെണ്ണിനെക്കാളും സൗന്ദര്യം ഇല്ലേ എനിക്ക്? വിദ്യാഭ്യാസം ഇല്ലേ? ഇവനല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. തങ്ങച്ചേട്ടത്തി എന്നാ അങ്ങനൊന്നും സ്ഥാപനത്തിൽ ഇവളെ ഇരുത്താൻ പറ്റത്തില്ല. നിന്റെ ഹൗസ് വൈഫ് വല്ല ഇപ്പൊ കോഴി ഫാം തുടങ്ങിയപ്പോ നിന്നെ അവിടെ ഇരുത്തില്ലോടി. എന്നിട്ട് ആ വെച്ച ഏതെങ്കിലും ഒരു മുട്ട വിരിഞ്ഞോ? 3 കോഴി ഫാം അടച്ചു കൂട്ടി. അതെങ്ങനെ കോഴിക്ക് പറ ഞാനന്ന് മുട്ടയുടെ പുറത്തിരുന്നത് വിരിയിക്കാനേ? നിന്റെ നോട്ട സൂക്ഷ്മ ഇല്ലാത്തോണ്ട്. അതന്നെയല്ല, ഒരു കോഴി ഫാമിൽ ഇരിക്കേണ്ട ആളാണോ അവള്? അതിന് പോലും പറ്റാത്തവൾ ഇവിടെ പോയി ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് എന്ത് മുണ്ണാക്കുണ്ടാക്കാനാ? അത് അവൾ ഇരുന്നോളും, അവൾ ഇരുന്നാ മതി. ഞാനുണ്ട് നിന്റെ കൂടെ. ചേട്ടത്തിക്ക് എന്നോട് സ്നേഹമുണ്ട്, ഇങ്ങർക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഇതേണ്ട നിങ്ങളെ ഞാനുണ്ടല്ലോ, നിങ്ങളെ കാണിച്ചു തരാൻ ഞാനേ. നിങ്ങൾ റൂമിലേക്ക് വാ വാ, നിങ്ങൾ കേറി വാ. കൊടകാവളെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ നിൽക്കും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൺവെട്ടത്തിൽ നിന്ന് ഞാൻ ജോലി ചെയ്യും. ഷോ കാണിക്കണ്ട, വലിയ നെഞ്ചല് ഇടിച്ചങ്ങ് തകർക്ക്. ബാക്കി ഇരിക്കട്ടെ, ഞാൻ മാറ്റോളാം. അടുത്ത ഓട്ടത്തിന് നോക്കണം കേട്ടാ. ശരി, ഓക്കെ ഓക്കെ. അയ്യോ നീ എന്തിനടപ്പം ഇങ്ങോട്ട് വന്ന്? ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാതെ എന്നോട് പോയി. എന്നാ ചെന്ന് തല വെച്ച് കൊടുക്ക്. അവിടെ റോസ്മേരി വന്നിട്ടുണ്ട് എന്നെ കാണാൻ. റോസ്മേരിയാ? അത് നന്നായി. അവളെ ഉദ്ഘാടനത്തിന് ഞാൻ കാര്യമായിട്ട് ക്ഷണിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം അവളുടെ ഉള്ളിലുണ്ട്. സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അത് പറയാൻ വന്നല്ല. അവൾ എന്തിനാ വന്നതെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും. എടാ, നിന്റെ വി ഹെൽപ്പിൽ നീ ഒരു പെണ്ണിനെ ജോലിക്ക് വെച്ചിട്ടില്ലേ? ഒരു ജോലിയും കൂലി ഇല്ലാണ്ട് ഇവള് ഇവിടെ ഇരിക്കുമ്പോൾ നീ എന്തിനാ അവളെ ജോലിക്ക് വെച്ചെന്ന്? അവളെ പറഞ്ഞയച്ചിട്ട് പകരം ഇവളെ ജോലിക്ക് എടുക്കാൻ വേണ്ടി പറയാനാ വന്നേക്കണ്. എന്നാ പിന്നെ നേരത്തെ ഒരു വാക്ക് പറഞ്ഞോളൂ, ഞാൻ ആ ഓട്ടോറിക്ഷയിലേക്ക് തിരിച്ചു പോകില്ലായിരുന്നാ? അമ്മാനോട് വാ. എന്തിന്? ഒരു ചായയെല്ലാം കൂടി നമുക്കൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇന്ന് റോസ്മേരി ഒന്ന് സംസാരിച്ചു. അയ്യോ വേണ്ടേ, നിങ്ങൾ കൊടങ്ങാവിള കുടുംബക്കാർ, നിങ്ങൾ പരിഭവവും പരാതിയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താ ചായക്കും? നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നെ വിളിക്കണ്ട. റോസ്മേരിയുടെ അടുത്തേക്ക് ഞാൻ അച്ഛൻ എന്തോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞതിനൊരു മറുപടി പറ. കൊച്ചച്ഛൻ്റെ വലിവ് എങ്ങനെയുണ്ട്? ഇടയ്ക്ക് വലിവ് കൂടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞമ്മച്ചി വിളിച്ചോ പറയുന്നത്. ഓ, അപ്പച്ചനോടെ വലിച്ചോണ്ട് കിടപ്പുണ്ട്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനൊരു മറുപടി ഇതാ. അത് എന്താണെന്നറിയാമോ റോസ്മേരി, ഈ ഓഫീസിലെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ഉത്തരവാദിത്തമായിട്ടും ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയണത്. അവിടെ ഇപ്പം ഇരിക്കുന്നത് എന്തുകൊണ്ട് ആപ്റ്റായിട്ടുള്ള ഒരാളാണ്. അതിപ്പോ എനിക്കിതൊന്നും അറിയത്തില്ലെന്നാണോ അച്ചാച്ചൻ വിചാരിച്ചിരിക്കുന്നത്? അല്ല, അതിന് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. റോസിന് അങ്ങനത്തെ ഒരു പരിചയമില്ല. എന്നെ കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടാ. ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാ. കല്യാണത്തിന് മുമ്പ് 2 വർഷം ഞാനൊരു ഫാൻസി സ്റ്റോറിൽ നിന്നാന്നേ, സെയിൽസ് ഗേളായിട്ട് നിന്നായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. അല്ല റോസേ, ഇത് നമ്മൾ കൺമഷിയും മറ്റേ ചാന്തും വളയും പൊട്ടിപ്പിക്കണ കച്ചവടം അല്ല ഇത്. ഇത് വേറെ ബിസിനസ്സാണ്. ഇതിന് ഒരുപാട് ഫോൺ വിളിക്കണം, മീറ്റിങ്ങുകളുണ്ട്, അത് കൂടണം, അങ്ങനെ കുറെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളുണ്ട്. അല്ല, ഇതിപ്പോ എന്തായാലും കസ്റ്റമറെ ഡീൽ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. കസ്റ്റമറെ ഡീൽ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ എനിക്ക് അത്ര എനിക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ക്ലിറ്റോ ചാൻ എനിക്കൊന്ന് പഠിപ്പിച്ച് തന്നാൽ മതി. ഒരു 2-3 മാസം ഞാനിവിടെ ട്രെയിനി ആയിട്ടങ്ങ് കൂടിക്കോളാം. ആ സമയത്ത് എനിക്ക് ശമ്പളവും തരണ്ട. ഓ, എന്തൊരു ആത്മാർത്ഥത നോക്ക് ക്ലീറ്റോ. പാവ റോസ്മേരി. തങ്ക, അവിടുത്തെ അവസ്ഥ നിനക്കറിയാലോ. നീ ഒന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ക്ലീറ്റോ, ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? അവള് പറഞ്ഞതിനകത്ത് കാര്യമില്ലേ ക്ലീറ്റോ? 10 പൈസ അവൾക്ക് കിട്ടി, അവൾക്ക് അത് സ്വന്തം കാലിൽ നിൽക്കാനാവൂലേ? അല്ല, അവള് പറയണ പോലെ ചെയ്തു കൊടുക്കുക ക്ലീറ്റോ. അതെ റോസ്മേരി, ഞാൻ ഒന്നാമത്തെ കാര്യം, ഇപ്പം അവിടെ നമ്മൾ എടുത്തേക്കണ ആളിന് 1 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റ് തീരാതെ അവരെ പിരിച്ചുവിടാനോ അവർക്ക് പോകാനോ ഉള്ള അനുവാദം ഇല്ല. മാത്രമല്ല അവർ നല്ല മിടുക്കിയാണ്. അതിപ്പം അച്ചാച്ചൻ മനസ്സ് വെച്ചാൽ പറ്റുന്ന കേസേ ഉള്ളു. ആ പെങ്കൊച്ചിന് 2-3 മാസത്തേക്ക് ശമ്പളം കൊടുക്കാതിരുന്നാൽ മതി. അവൾ തന്നെ ആ കോൺട്രാക്റ്റ് ഒക്കെ വലിച്ചു കീറി കളഞ്ഞിട്ട് അവൾ ഇറങ്ങി പൊക്കോളൂ. അങ്ങനെ നമ്മൾ എത്ര അടുത്ത് കണ്ടേക്കുന്നത്. അത് തന്നെയല്ല, ഓ രാഷ്ട്രീയത്തിൽ പിന്നെ എങ്ങനെ അച്ചാച്ചൻ ഇത്ര എത്തിയത്? പിന്നെ നിൽക്കുന്നവരെ കുത്തിയും അവരെയൊക്കെ ഇടിച്ച് താത്തു വല്ലയോ ഇങ്ങനെ എത്തിയത്. എന്നിട്ടിപ്പോൾ പറയുന്നത് ഒന്നും അറിയാത്ത പോലെ.
അതേ ഇത് അങ്ങനെ ശരിയാവാത്തത് കൊണ്ടാണ്. സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അപ്പൊ എൻ്റെ സാഹചര്യം ഒന്ന് നോക്ക്. വലിച്ചു കിടക്കുന്ന അപ്പച്ചന്, എന്ത് പറഞ്ഞാലും തറുതല പറയുന്ന അമ്മച്ചി, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ഓടുന്ന 2 പിള്ളേര്, അതിൻ്റെ ഇടയ്ക്ക് ഒരാഴ്ച പണിക്ക് പോയാൽ 1 മാസം പണിക്ക് പോകാത്ത കെട്ടിയോനെ, ഒരു പെങ്കൊച്ചുള്ളതിനെ എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുക. ഏത് പെങ്കൊച്ച്? പെങ്കൊച്ചെന്ന് വെച്ചാൽ ഇപ്പോഴായിട്ടില്ല, പക്ഷേ അച്ചാച്ചൻ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പറയുന്നുണ്ട് ഒരു പെങ്കൊച്ചും കൂടെ വേണമെന്ന്. അതിനെ കെട്ടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ചേട്ടൻ കണ്ടു കരയുന്നുണ്ട്. കഷ്ടം. എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ചേട്ടത്തി മാത്രമേ ഉള്ളൂ. അതെ റോസ്മേരി, എൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനിപ്പോൾ ഒരാളെ എടുത്ത് അവരവിടെ ജോലിക്കുണ്ട്, അങ്ങനെ എടുപിടിയെന്ന് പറഞ്ഞു വിടാൻ ഇവിടെ ഒരുപാട് നിയമവും വശങ്ങളൊക്കെ ഉണ്ടേ. അതല്ലേ എടുപിടിന്നൊരു ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഒന്ന് ഇരുത്തി ചിന്തിക്ക്. ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ഒരു കെട്ട് തുണിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. 2-3 മാസം ഉറപ്പായിട്ട് ഞാനിവിടെ കാണും. ചേട്ടത്തി വൈകിട്ടേ ചപ്പാത്തി മതിയേ, എനിക്ക് ഡയറ്റാ. എന്നാ പിന്നെ നീ കുഴക്കി, ഞാൻ പരത്താം. എന്നാൽ പിന്നെ ഉച്ചക്കത്തെ ചോറുണ്ടെങ്കിൽ അത് മതി. നീ ഇങ്ങോട്ട് വാ, ഇവിടെ വാ, നീ ഇങ്ങോട്ട് വാ, എൻ്റെ കൺമുമ്പ് വാ. നിനക്കതിലെന്താ പങ്ക്? എനിക്ക് എന്ത് പങ്ക്? ഒരു കുടുംബം നന്നായി കാണണം, എനിക്ക് അത്രേ ഉള്ളൂ. ആണ്. ആ, നീ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ സംസാരിക്കല്ലേ തങ്കം. നിങ്ങളൊന്നും അറിയാത്ത പോലെ എന്നോട് സംസാരിക്കും. എന്താ ആ, ഇപ്പൊ ഇരിക്കുന്ന ആ ശർമ്മിളയെ പോലുള്ള കഴിവും ഈ മിടുക്കുള്ള ഒരു ആള്. ശർമ്മിള, അതെ ആ പേരിനോട് പറയരുത്. ശർമ്മിള ശർമ്മിള ശർമ്മിള. ബാക്കിയുള്ളവർ ഉറക്കം കിടത്തിട്ട് അവൻ സുഖമായിട്ടാണ് ഉറങ്ങാണ് കേട്ടോ. അച്ഛൻ ഞാൻ നൈറ്റ് പണി ഉണ്ടായിട്ട് വന്നിടുന്ന. അതെ, എൻ്റെ വി ഹെൽപ്പിൽ ഷർമ്മളെ ജോലിക്ക് വെച്ചെന്ന് ആരാ കൊടുങ്ങാൾ വിളിച്ച് അറിയിച്ചേ? അയ്യോ, ആരും വിളിച്ച് പറഞ്ഞതല്ല. മറ്റേ ഉൾക്കാണെടുത്ത ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഫാമിലി ഗ്രൂപ്പ് ഇട്ടപ്പോഴേ അത് ശർമ്മളെ കണ്ടോണ്ട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞ. ആണോ? അങ്ങനെ തന്നെ. ഓ, ഈ റോസ്മേരിക്ക് ഇവിടെ ഇങ്ങനെ ജോലി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിനക്കൊന്ന് പറഞ്ഞ് തടഞ്ഞുകൂടായിരുന്നു? എൻ്റെ പൊന്നും അച്ചമ്പി, ഞാനത് അറിഞ്ഞില്ല. ഞാൻ അറിയാതെ അവൾ ഇവിടെ വന്നു കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോലും. നിനക്കിതിൽ പങ്കില്ലേന്ന് എനിക്ക് സംശയം ഉണ്ടോ? എന്ത് പങ്കു അച്ചമ്പി? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സെമിത്തേരി പോയി പായ വിരിച്ച് കിടന്ന് ഉറങ്ങുമോ? എടാ, അവളെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കും. വീട്ടിലേക്ക് നീയും ഭാര്യക്കെട്ടി പോകേണ്ടി വരും ഇവിടുന്ന് കേട്ടോ. അച്ചമ്പി, അറിയാമല്ലോ, ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. അയ്യോ, കെട്ടിയവനാണെന്ന് പറഞ്ഞ് മീശയെ വെച്ച് നടക്കണ. കെട്ടിയവനാണെന്നും പറഞ്ഞല്ല, ഞാനാ കെട്ടിയോ. അയ്യ, ഒന്നാമത് അവളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിയാല്ല. അറിയാം. ആ, പിന്നെ എന്തിനാണ് വാരിക്കെട്ടി ഇങ്ങ് വന്നത്? ഇങ്ങോട്ട് വരുന്നവര് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്ന ഞാൻ ഏതെങ്കിലും രീതി ബ്ലോക്ക് ചെയ്തത്. നീ ഒന്നും അറിയില്ലടാ ഫാമിലി. അവസാനം എന്നോണം ഞാനൊരു ശ്രമം നടത്താം, പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം റോസ്മേരിയുടെ സ്വഭാവം അച്ചമ്പിക്കറിയാം. നല്ലതാണടാ, നല്ലതാണ്. നിന്നെ പറഞ്ഞോണ്ട് കാര്യമല്ലടാ. ഭർത്താവാണ് ഭർത്താവ്, ബെസ്റ്റ് ഫാമിലി. പിന്നെ എന്തോ ഒരു ചെറിയ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണായിട്ട്. എന്ത്? ഇതൊരു മോളും കൂടെ വേണമെന്ന്. നാണുണ്ടടാ മുതുക്ക് കാളെ. ഉള്ള 2 മര്യാദയ്ക്ക് തീറ്റയും കൊടുത്ത് വളർത്താൻ നോക്ക്. മേള് അവൻ്റെ മേള്. ചെറിയ ആഗ്രഹമൊന്നുമല്ല. നിങ്ങൾക്ക് മാത്രം മതി മോള്, എനിക്ക് വേണം മോള്. എന്താ പറയണത്? എന്താ പറയണ്ട? റോസ് മോളെ തിരിച്ചു പറഞ്ഞ് വിട്ടോളാം. ആ, മോളെ പോയില്ലെങ്കിൽ മോനും കൂടെ ഇവിടുന്ന് പോകേണ്ടി വരും കേട്ടാ. ഒരു വ്യക്തി വർഷോപ്പിലെ ജോലി ചെയ്ത് സ്വസ്ഥമായിട്ടുണ്ട്. ആണോ? ഒരെണ്ണം തിന്നാണ്ട വയറ് പറഞ്ഞാൽ കുഞ്ഞല്ലേ. നിങ്ങളുടെ അച്ഛനെ SI ആയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തന്നായിരുന്നോ? ഓ, കൊച്ചേ വലിയ വർത്താനാണല്ലോ. അല്ലെങ്കിലും കനകണ്ണൻ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. പിള്ളേർക്കെല്ലാം മേടിച്ചു കൊടുക്കുന്ന ആളാണ്. കനകണ്ണൻ വന്നിട്ട് വേണം എനിക്കൊരു ഫോട്ടോ എടുക്കാൻ, ഒരു സെൽഫി എടുക്കണം. കൊടങ്ങാവിളയിലുള്ളവരോടെ കനകണ്ണൻ SI ആയെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഒരു ലുക്കിലെന്ന് എല്ലാവരും പറയണേ. എന്നിട്ട് ക്ലീറ്റോ ചേട്ടൻ എന്താ പറഞ്ഞു? ഓരോ അതവയും പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. എന്തുവാ? അത് നടക്കുമെന്ന് തോന്നില്ല. അവതാ തെറ്റിപ്പോയതാ. അതെ,
എന്തോ കോൺട്രാക്റ്റോ എഗ്രിമെന്റോ അതാണ്ടൊക്കെ ആ പെൺകുട്ടി സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മിടുക്കിയാന്നും പറയുന്നു. ശരിയാട്ടോ പക്ഷെ നല്ല മിടിക്കുക. ഇത് ലില്ലി, ഈ ചേട്ടത്തേക്കുള്ള അത്ര സ്നേഹം പോലും നിനക്ക് എന്നോട് ഇല്ലാതെ പോയല്ലോ. അതെന്താന്നോ, ഇവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ ആദ്യം അറിയിക്കേണ്ട എന്നെ അല്ലായിരുന്നോ? ചേട്ടത്തേക്കാണെങ്കിൽ എങ്ങനെയും ആ പെണ്ണിനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തണമെന്നാണ്, എന്നെ അതിൽ അപ്പോയിൻമെന്റ് ചെയ്യണമെന്നാണ് പുള്ളിക്കാരുടെ ആഗ്രഹം. ആർക്ക്? തങ്കം ചേച്ചിക്കാ? ചേച്ചി അങ്ങനെ പറഞ്ഞ? പിന്നെ പറയാതെ ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ക്ലീറ്റോ ചേട്ടന് എന്താണെന്നറിയോ റോസ് ചേച്ചിനെ വെക്കാത്തത്? ഇപ്പൊ റോസ് ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ക്ലീറ്റോ ചേട്ടന്? വഴക്ക് പറയാൻ പറ്റുമോ ഈ മുഖത്ത് നോക്കിയിട്ട്? പറ്റുമോ? ഇല്ല. ഇതൊരു അന്യ വീട്ടിലെ പെണ്ണായതുകൊണ്ട് അതിനോട് എന്ത് വേണേലും വിളിച്ച് പറയാം. അതുകൊണ്ടാണ് വെക്കാത്തത്. എൻ്റെ ലില്ലിപ്പെണ്ണ, നിനക്ക് എന്നെ അറിയാഞ്ഞിട്ട് ഇപ്പം എന്നെയാണ് അവിടെ അപ്പോയിൻമെന്റ് ചെയ്യുന്നെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ ആ വഴിക്ക് വരേണ്ട കാര്യം പോലും ഇല്ല. പിന്നല്ലേ എന്നെ വഴക്ക് പറയാന്? എൻ്റെ ഒരു കാര്യപ്രാപ്തി എന്ന് വെച്ചാൽ അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. എൻ്റെ കാര്യപ്രാപ്തി അറിയണമെങ്കിൽ നീ കൊടങ്ങാവളെ വന്ന് അന്വേഷിക്കുക, അപ്പോൾ അറിയാം. അതെനിക്കറിയാം. നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് എന്നെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. നീ കൊടങ്ങാവളെ വന്ന് കുടുംബശ്രീക്ക്, ഇപ്രാവശ്യത്തെ കുടുംബശ്രീക്ക് അവാർഡ് കിട്ടിയ ആർക്കാന്ന് ചോദിക്കും. ഞങ്ങളുടെ കരുണ കുടുംബശ്രീക്ക് അവാർഡ് കിട്ടിയേക്കുന്നത്. എന്താ കാര്യം? ഞാൻ അതിൻ്റെ പ്രസിഡന്റാണ്. ഈ കുടുംബശ്രീ പോലാണ് ഇത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാ. തലവേദന ഉണ്ട്, ബാം അങ്ങോട്ട് പറ്റണം, അപ്പോൾ തലവേദന അങ്ങ് മാറും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ ഇന്ന് പോകണില്ലേ? ഇന്നോ 3 മാസത്തേക്കുള്ള തുണിയും പിറകി കെട്ടിക്കൊണ്ടോ ഞാൻ വന്നേ. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആൻറ്റി ഇവിടെ ഉണ്ട്, എല്ലാവരും ഹാപ്പി അല്ലേ? ആൻറ്റി ഇവിടെ കാണും. എന്നാ നീ തന്നെ കുടിച്ചോ, നീ ഉണ്ടാക്കിയ ചായ എനിക്ക് വേണ്ട. വെയിറ്റ് ചെയ്യണേ. ക്ലീറ്റോ സാറേ, ക്ലീറ്റോ സാറേ. ആരാ? ഞാൻ ഷർമിള. ആരാന്ന്? ഷർമിള, ക്ലീറ്റോ സാറിന്റെ ഓഫീസിലെ സ്റ്റാഫാണ്. അതിന്റെ മനസ്സിലായില്ല എന്താന്ന്? നിങ്ങൾക്ക് തിരിയുന്നില്ലേ ഞാൻ പറയുന്നത്? ഞാൻ ഷർമിള, ക്ലീറ്റോ സാറിന്റെ ഓഫീസിലെ സ്റ്റാഫില്ലേ, പുതിയ സ്റ്റാഫ് ഷർമിള. ഞാൻ ക്ലീറ്റോ അച്ചായന്റെ ഓഫീസിലെ പുതിയ ജോലിക്കാരി, പുതിയ സ്റ്റാഫ്. ആ എന്റെ പെങ്കൊച്ച, നീ മലയാളം പറഞ്ഞാൽ പോലും മനസ്സിലാവുന്നില്ല. ആ നിന്നെ എങ്ങനെ അവിടെ പിടിച്ചിരുത്തിയത്? ക്ലീറ്റോ സാറിനെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. നിനക്ക് എന്തെങ്കിലും തൈരാനോ മേടിക്കാനോ ഉണ്ടെങ്കിൽ കണക്ക് പറഞ്ഞു മേടിച്ചോ. നിന്നെ ജോലിന്ന് പറഞ്ഞു വിടാൻ പോവാം, മനസ്സിലായോ? സാറെന്നെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിനി. എന്ത് എല്ലാം പറഞ്ഞിനി? അതെല്ലാം നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു പറഞ്ഞോ? ശരിക്കും പറഞ്ഞോ? എടാ പിള്ളേരെ, എനിക്ക് ജോലി കിട്ടി. അയ്യോ ക്ലീറ്റോ അച്ചായോ, തങ്കം ചേട്ടത്തി, എനിക്ക് ജോലി കിട്ടി. എടി ലില്ലിപ്പെണ്ണേ, എനിക്ക് ജോലി. ഇവിടെ ആരും ഇല്ല, എന്റെ സന്തോഷം പങ്കുവെക്കാൻ. ഓടി വായോ തങ്കം ചേച്ചി, ലില്ലിപ്പെണ്ണേ, അമ്മ ഓടി വാ, എനിക്ക് ജോലി കിട്ടി. ക്ലീറ്റോ അച്ചായ, എനിക്ക് ജോലി കിട്ടി. എനിക്ക് ജോലി കിട്ടി ക്ലീറ്റോ അച്ചായ. അച്ഛനല്ല തന്നത്, എനിക്ക് ജോലി കിട്ടി. എനിക്ക് ഇവർ ഓഫീസിൽ ജോലി കിട്ടി. കൊച്ച എനിക്ക് എല്ലാം പറഞ്ഞു തരാം. എന്ത് കൊച്ചമ്മി, എന്താ കാര്യം? ഇവിടെ ആരൊക്കെ പറഞ്ഞില്ലേ, നമ്മളേക്ക് കിട്ടുന്ന പൈസ വെറുതെ പുറത്തു കൊടുക്കണേ നമ്മളെ കുടുംബത്തിൽ ആർക്കും കിട്ടിയാൽ നല്ലതാണ്. അപ്പം ഞാനും പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. വല്ലാത്ത ചതിയായിപ്പോയി. ഞാൻ കൊടങ്ങാളേക്ക് തിരിച്ചു പോകും കേട്ടോ. നീ എവിടെ വെക്കോ? എനിക്ക് മനസ്സമാനം വേണമല്ലോ. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയേക്കാം. അപ്പോൾ 2 ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഷർമിള പറഞ്ഞു തരും. എനിക്ക് ഒരു വട്ടം പറഞ്ഞു തന്നാ മതി എല്ലാം. ഒരു വട്ടം പറഞ്ഞല്ല തിരിയല്ലേ. സരളെ, നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ വേക്കൻസിയിലേക്ക് ഞാൻ അങ്ങ് ഇടിച്ചു കയറിയത്. നീ എന്തായാലും ബി ഹെൽപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടേക്ക്. നല്ലൊരു ജോലിയുടെ ഒഴിവ് വരുമ്പോൾ നിനക്കത് തന്നിരിക്കും, ഉറപ്പ്. എന്റെ വാക്ക് ക്ലീറ്റോ അച്ചായന്റെ വാക്ക് അല്ലേ? നല്ല വെച്ചായിരുന്നു. ഷർമിള എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇന്ന് 11 മണിക്ക് ഗ്ലോറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതിന്റെ സ്റ്റേഡിയം ഇനോഗ്രേഷൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാലോ. ബൊക്കെ മലയല്ലേ. പിന്നെ വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയേണ്ടി വരുവേ. അതാര് പറയണം? നിങ്ങൾ പറയണം. ഞാനെന്തിനാ പറയുന്നത്? അവരല്ലേ. അവര് പറയുമ്പോ അങ്ങോട്ടേക്ക് തിരിച്ചും പറയണ്ടേ? അപ്പൊ നിങ്ങൾ പറയണം, കുറച്ച് പറഞ്ഞാ മതി.
പിന്നെ ഒരു ഫാമിലി വരും ഹിന്ദിക്കാര് അപ്പൊ അവർക്ക് ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കണം 4 ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കണം ഭാഷ അറിയാ ഹിന്ദിയെല്ലാം അറിയില്ലേ ഹിന്ദി വേണോ ചേച്ചി ഇങ്ങോട്ട് നോക്കടാ ഫ്ലാറ്റ് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കണം ഓക്കെ ആക്കിയിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങണം മലയാളം ഹിന്ദിക്കാർക്ക് മലയാളം ഒന്നും അറിയൂല ഹിന്ദിയിലോ ബോംബെക്കാരാ മാതൃഭാഷ ഹിന്ദി എന്നിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങണം കേട്ടാ മെഡിക്കൽ കോളേജില് മെഡിക്കൽ കോളേജിൽ പോണം പിന്നെ ഈ ബൈസ്റ്റാൻഡർമാര് വേണ്ടുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അവരെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അഗ്രിമെന്റ് എല്ലാം ആക്കണം പിന്നെ ഈ ബൈസ്റ്റാൻഡർമാരെ കിട്ടിയിട്ടെങ്കിലേ നമ്മൾ ചിലപ്പോ അവർക്ക് കൂട്ടിരിക്കേണ്ടിയെല്ലാം വരും നമ്മളെ കൂട്ടിരിക്കാൻ അതായത് അവിടെ സുഖമില്ലാതെ നടക്കുന്ന രോഗികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് നമ്മൾ കൂടെ ഇരിക്കാൻ ആളെ തപ്പും ആളെ ചിലപ്പോ വരാൻ വൈകിയ അത്ര സമയം നമ്മൾ അവിടെ ഇരിക്കണം ആ രോഗിയുടെ കൂടെ അവര് കൂടെ അങ്ങനെ ഇരിക്കണം രാത്രി മൊത്തം വന്നില്ലെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടി വരും പല അസുഖക്കാരുണ്ട് അസുഖക്കാരെന്ന് പറഞ്ഞാൽ വയ്യാതെ കിടപ്പ് രോഗികളുണ്ടാവും ചിലപ്പോൾ TB ഉള്ളവരുണ്ടാവും പല അസുഖക്കാരുണ്ടാവും അവിടെ അവരെ കൂട്ടിരിക്കണം ചേച്ചി കേട്ടുവാ കേട്ട് തിരിഞ്ഞുവാ തിരിഞ്ഞ് പിന്നെ നമ്മളെ കാറില്ല സാറ് കാർ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉണ്ട് അപ്പൊ ഈ ചെണ്ടമേളം ഉണ്ടല്ലോ അതിന്റെ കാര്യം കൂടി ഒന്ന് സെറ്റപ്പ് ആക്കണം ചെണ്ടമേളം എവിടെ കിട്ടും എന്റെ സാറ് ഒന്ന് പറഞ്ഞു കൊടുക്കും അത് അവരെ വിടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അഡ്രസ്സും ഡീറ്റെയിലും തരും അവിടെ പോയി അവരെ കണ്ട് അത് ബുക്ക് ചെയ്യണം സമയത്ത് അവരെ വിളിച്ചോണ്ട് വരണം അല്ല ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണോ ചെയ്യണ്ടേ അപ്പൊ അല്ലേ ഞാൻ സ്കൂളിൽ പോകണ്ടേ പിന്നെ ഫ്ലാറ്റ് നോക്കാൻ പോണം പിന്നെ ആശുപത്രി പോണം പിന്നെ ചെണ്ടമേളം എപ്പോ അല്ല ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും ഇതൊക്കെ ശർമ്മള ഒറ്റയ്ക്കാണ് ചെയ്യണത് അപ്പൊ ക്ലീറ്റോ ചേട്ടൻ പാൻറ് ഷർട്ട് വിട്ട് എന്ന് ഒരുങ്ങി പോകുന്ന എങ്ങോട്ടാ എനിക്ക് ഇതിന് പുറമെ 100 പണികൾ വേറെ ഉണ്ട് എനിക്കൊരു സഹായിയായിട്ടാണ് ശർമ്മിള ഞാൻ ഇവിടെ വെച്ചേക്കണത് ഇനി ഞാൻ ഇല്ലാത്ത ദിവസം ആ ജോലിയും കൂടെ ശർമ്മിള ചെയ്യും അത്രയ്ക്കും ജോലിയാണ് ശർമ്മിള ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത് ആണോ അപ്പൊ ഒത്തിരി അയ്യോ അങ്ങനെ ഒരുപാട് പണി ഒരു സമയത്തൊക്കെ ഒരു പണിയൊക്കെ അല്ലേ എന്നെ കൊണ്ട് നടക്കത്തോ അല്ല എനിക്ക് പറ്റത്തില്ല ഈ ശർമ്മിളയൊക്കെ അത്രയ്ക്കും ജോലിയാ ചെയ്തോണ്ടിരിക്കണേ അല്ല ഞാൻ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അതൊന്നും പറഞ്ഞില്ലല്ലോ ആരും എന്നോട് അതൊക്കെ വേണോന്നൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ വാശി പിടിക്കത്തില്ല ഞാൻ വിചാരിച്ചു അവിടെ കറങ്ങുന്ന കസേര ഉണ്ടല്ലോ അല്ലാത്തിരുന്ന് ഫോണും ചെയ്ത് ഇങ്ങനെ ഇരുന്നാൽ മതി വേറെ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ പണി എടുക്കാൻ പറ്റില്ല എനിക്ക് പറ്റത്തില്ല മാവ അങ്ങനെ ഒഴിയാ നീ അപ്പോയിന്റ് ചെയ്തല്ലേ അല്ല അപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള അപ്പോയിന്റ്മെന്റ് ഇല്ലേ അല്ലാതെ ലീഗലി ഒന്നും ഇല്ലല്ലോ പേപ്പർ ഒന്നും ഇല്ലല്ലോ അതിപ്പോ പറഞ്ഞാൽ അങ്ങ് തീർത്താന്നേ ഉള്ളൂ ഞാനിപ്പോ ശരിയാക്കി തരാം മക്കളെ നീ തന്നെ ഈ ജോലിയെല്ലാം അങ്ങ് ചെയ്താൽ മതി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്റെ പൊന്നേച്ചി എനക്കൊന്നും പറ്റൂല സാറ് ഞാനില്ല ഇവര് പറയുന്ന കേട്ടില്ല ഞാൻ വേറെ ജോലിക്ക് നോക്കീനി പറ്റൂല മനസ്സിലാക്കി കൊച്ചെന്നത് ചെയ്യണം മോളെ ജോലി അത്യാവശ്യം എന്ന് പറഞ്ഞു എനിക്ക് എന്ത് തല ഇറങ്ങുന്നില്ല തലയൊക്കെ പെരുക്കുന്നില്ല എനിക്ക് പറ്റത്തില്ല ഇല്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇത്രയും ജോലി ഒരുമിച്ചൊന്നും പറയല്ലേ എനിക്കതൊന്നും ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ല ഇനിയിപ്പോ ജോലി വേണ്ടല്ലോ എനിക്ക് വേണ്ട ശർമ്മിള ജോലിയില്ലെങ്കിൽ ഇരുന്നോട്ടല്ലോ ആ സ്ഥലത്ത് നിന്നോട്ടെ ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്ക് ഒരു പ്രശ്നവുമില്ല മോൾ എന്ത് വേണേലും ചെയ്തു എന്റെ റോസ്മേരി ഈ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പുറമെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അത്രയ്ക്കും പണിയെടുക്കുന്നുണ്ട് എന്നാ പിന്നെ ശർമ്മിള പൊക്കോ ആയിക്കോട്ടെ ശരി എന്നാ പോട്ടെ ചേച്ചി മക്കളെ പോട്ടെ സാറേ പിന്നെ അത് തന്നെയല്ലേ എനിക്ക് ഇതുപോലെ കൈയില്ലാത്ത ബ്ലൗസ് ഒന്നും ഇടാനൊന്നും പറ്റത്തില്ല പിന്നെ നീ ജോലി എന്നും പറഞ്ഞ് ചാടി ഇറങ്ങി വന്നതിന്റെ കാര്യം എന്താ എന്റെ ഒരു നോളജ് ഒക്കെ വെച്ചിട്ട് ഒരു ഹോം നേഴ്സിന്റെ ജോലി എനിക്ക് തരാൻ പിന്നെ എനിക്ക് പരിചയമുണ്ടോ പരിചയം ഉണ്ടോന്നോ പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊടങ്ങാവിള ഞാൻ എന്തുവാ ചെയ്തോണ്ടിരിക്കുന്നത് എവിടെയെന്നോ ഇങ്ങനെ അപ്പച്ചനും അമ്മച്ചയ്ക്കും കൃത്യസമയത്ത് പ്രഷറിന്റെ മറ്റേ കൊളസ്ട്രോളിന്റെ ഒക്കെ ഗുളിക കൊടുക്കുന്ന ഞാനില്ലയോ ഒരു ഹോം നേഴ്സിന് അത്രയും പരിജ്ഞാനം ഒക്കെ മതി